വെറും 63,000 മൈലാണ്. ഈ വണ്ടി സെയിലായത് 800 പൗണ്ടിനാണ്, അതായത് 80,000 ഇന്ത്യൻ റുപ്പി ആണ് ആരോ ലേലം വിളിച്ചത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടുമ്പോൾ 1,80,000 രൂപ അടുത്ത്. ഏകദേശം 300 പൗണ്ടിനാണ് സെല്ലായത്, അതായത് 30,000 ഇന്ത്യൻ റുപ്പി. 47,000 മൈല് മാത്രം ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഭയങ്കര വാശിയേറിയ ലേലം വിളിയാണ് ഞാൻ കണ്ടത്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് UK കാർ ലേലം വിളിക്കുന്നതാണ്. UK ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുപോലെ കാർ ലേലം വിളിയുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ UK ലെമസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാർ ലേലം വിളിയാണ്. ഇവിടെ നമുക്ക് ലേലത്തിലൂടെ നമ്മുടെ കാർ വിൽക്കാനും അതുപോലെ തന്നെ ലേലത്തിലൂടെ വാങ്ങാനും സാധിക്കും. ഇതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട ലേലം വിളിക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഇവരുടെ സൈറ്റിലോ അത് ഇവിടെ വന്നോ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലെമസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 6 മണി തൊട്ടാണ് ലേലം വിളി സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ വളരെ ചീപ്പായിട്ടാണ് ലേലം വിളിച്ച് പോകണത്. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലേലം വിളിച്ച് പോകുന്ന വണ്ടിക്ക് വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഒന്നുമില്ല. കിട്ടി പോയാൽ പോയി എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇസുസുയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു മോഡലാണ്. 2007 മോഡലാണ് വണ്ടി. ഏകദേശം 82,000 മൈലുകൾ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഒരാൾ ലേലം വിളിച്ചു, ആ ലേലം വിളിച്ച ആളുടെ ടോക്കൺ നമ്പർ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി ലേലം വിളിച്ചതെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാം. 1000 പൗണ്ടിനാണ് ഈ വണ്ടി ലേലം വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾവോ XC60 ആണ്. 2015 മോഡലാണ്, ഡീസലാണ് വണ്ടി. കൂടാതെ ഈ വണ്ടി വെറും 47,000 മൈല് മാത്രം ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഭയങ്കര വാശിയേറിയ ലേലം വിളിയാണ് ഞാൻ കണ്ടത്. ഈ വണ്ടി വളരെ നീറ്റായിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ കൂടുതലും വണ്ടി കച്ചവടക്കാരാണ് കൂടുതലുള്ളത്. അതിൽ മലയാളികൾ ഒത്തിരി വണ്ടി കച്ചവടക്കാരെ ഞാൻ കണ്ടുകൂടെ വന്നിട്ട്, കൂടാതെ പോളിഷുകാരും ഇംഗ്ലീഷുകാരും എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ലേലം വിളിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ കൗണ്ടറിൽ ഇന്ന് തന്നെ ക്യാഷ് അടച്ച് ഇന്ന് തന്നെ നമുക്ക് വണ്ടി കൊണ്ടാകും. വിത്തിൻ സെക്കൻഡുകൾക്കൊക്കെ നമുക്ക് വണ്ടിയായിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഓടിച്ച് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് ഡെലിവറി ചെയ്ത് തരുകയും ചെയ്യും. നമ്മുടെ പ്ലേസ് ഏതോ അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കും. അതിന് സെപ്പറേറ്റ് പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്താൽ നമുക്കൊരു ടോക്കൺ നമ്പർ തരും. ആ ടോക്കൺ നമ്പർ വെച്ചിട്ടാണ് നമ്മളിവിടെ ലേലം വിളിക്കണത്. ഇപ്പോൾ ഈ വണ്ടി ലേലം വിളിച്ച ഒരാളെടുത്തു, അയാളുടെ ടോക്കൺ നമ്പർ ആ സ്ക്രീനിൽ കാണിക്കണേ. പിന്നെ അയാൾ 10,000 പൗണ്ടിനാണ് ഈ വണ്ടി ലേലം വിളിച്ചത്. അതും നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അടുത്തൊരു ഫോർഡ് ഫോക്കസാണ്. 2017 മോഡലാണ്. വെറും 87,000 മൈൽ ഓടിയിട്ടുള്ളൂ. ഇവിടെ ഒരു വണ്ടി ലേലം വിളിച്ച് പോയാൽ ഉടനെ തന്നെ അടുത്ത വണ്ടി കയറ്റുകയാണ്. അതും ലേലം വിളിയും വളരെ സ്പീഡിലാണ് ലേലം വിളിക്കുന്നത്. ഈ ഫോർഡ് ഫോക്കസ് 850 പൗണ്ടിനാണ് ആരോ ലേലം വിളിച്ചെടുത്തേക്കണത്. ഇപ്പം നിങ്ങളുടെ ഒരു വണ്ടി നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആൾക്കാർ വന്ന് ഫ്രീ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് തരും വണ്ടി. എന്നിട്ട് നമുക്ക് ഇവർ ത്രൂ നമ്മുടെ വണ്ടി സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ അവിടെ കൊണ്ട് സെല്ല് ചെയ്യാം, അതല്ലെങ്കിൽ ഇവർ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി സെല്ല് ചെയ്യും. അങ്ങനെ ഇവർ ത്രൂ നമ്മുടെ വണ്ടി സെല്ല് ചെയ്യണമെങ്കിൽ ഇവർക്കൊരു ശതമാനം കമ്മീഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ വോക്സ്വാഗൻ പോളോ 2011 മോഡലാണ്. ഏകദേശം 1,00,000 അടുത്ത് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് 1,800 പൗണ്ടിനാണ് ആരോ ലേലം വിളിച്ചത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടുമ്പോൾ 1,80,000 രൂപ അടുത്ത്. ഇതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല, വണ്ടി റാൻഡം പോലെ ഒന്ന് ചെക്ക് ചെയ്യാൻ മാത്രം നമുക്ക് പറ്റുള്ളൂ. ഒന്ന് ഓടിച്ചു നോക്കാനോ വേറൊന്നും പറ്റില്ല. ലേലം വിളിക്ക് എനിക്ക് കൊണ്ടുവരുമ്പോഴേ നമുക്ക് ബോണറ്റ് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലേലം വിളി വളരെ ഫാസ്റ്റിലാണ്. വണ്ടി വന്നതും കാണാം, ലേലം വിളിച്ച് പോണതും കാണാം. ഈ പോളോ ഏകദേശം 1,550 പൗണ്ടിനാണ് കച്ചവടമായത്. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടുമ്പോൾ 1,55,000 രൂപയ്ക്കാണ്. ഇത് കറക്റ്റ് എമൗണ്ട് അല്ല, നാട്ടിലേക്ക് കണക്കൂട്ടുമ്പോൾ ഞാൻ ഏകദേശം ഒരു എമൗണ്ടാണ് പറയണത്. ഈ ജഡ്ജിൻ്റെ മാതിരി പൊക്കത്തിരിക്കുന്ന ഈ ടീമാണ് മൊത്തത്തിൽ ഈ ലേലം വിളി എല്ലാം ഡീൽ ചെയ്യണത്. ഇത് ടൊയോട്ടയുടെ എസ്റ്റിമ എന്ന് പറഞ്ഞ മോഡലാണ്. 2007 മോഡലാണ്. ഈ വണ്ടി 1,100 പൗണ്ടിനാണ് ലേലം വിളിച്ച് പോയത്. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടുമ്പോൾ 1,10,000 രൂപ. ഇത് BMW 3 സീരീസ് 2011 മോഡൽ വണ്ടിയാണ്. പെട്രോളാണ്. ഓരോ വണ്ടി ലേലം വിളിച്ച് പോകുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പറാണ് ഇവിടെ. പക്ഷേ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ ഇവർ കൊടുക്കുന്നില്ല. അപ്പോൾ വണ്ടി നമ്മൾ ആ സ്പോട്ടിൽ കണ്ടാണ് എടുക്കണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി തിരിച്ച് ഇവർ എടുക്കില്ല. അപ്പോൾ ഈ വണ്ടി 1,300 പൗണ്ടിനാണ് സെയിലായത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയിൽ കണക്കൂട്ടുമ്പോൾ 1,30,000 രൂപ. ഇത് ഫോർഡ് X-Max എന്ന് പറഞ്ഞൊരു മോഡലാണ്. 2012 മോഡലാണ്. ഡീസലാണ് വണ്ടി. അതുപോലെ തന്നെ ഈ വണ്ടി വെറും 71,000 മൈൽ ഓടിയിട്ടുള്ളൂ. നീറ്റ് കണ്ടീഷനാണ് ഈ വണ്ടി. 3,700 പൗണ്ടിനാണ് ഈ വണ്ടി ലേലത്തിൽ പോയത്. അതായത് 3,70,000 ഇന്ത്യൻ റുപ്പി.
ഇത് വോക്സ്വാഗൻ ഗോൾഫ് മോഡലാണ്, 2009 മോഡലാണ്, ഡീസലാണ് വണ്ടി. ഈ വണ്ടി വിറ്റുപോയത് 1050 പൗണ്ടിനാണ്. അതായത് ഇന്ത്യൻ രൂപയിലോട്ട് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 1,05,000 രൂപ. ഈ വണ്ടി ലെക്സസ് LS 430 എന്ന് പറഞ്ഞ മോഡലാണ്, 2011 മോഡലാണ്. പോരാത്തതിന് പെട്രോളാണ്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,14,000 മൈലാണ്. ഈ വണ്ടി വിറ്റുപോയത് 2050 പൗണ്ടിനാണ്. അതായത് ഏകദേശം 2,05,000 ഇന്ത്യൻ റുപ്പി. മസ്ത 6 എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി, 2009 മോഡലാണ്, ഡീസലാണ് വണ്ടി വരുന്നത്. പിന്നെ ഏകദേശം ഈ വണ്ടി ഓടിയേക്കുന്നത് 1,29,000 മൈലാണ്. ഈ വണ്ടി വിറ്റുപോയത് 550 പൗണ്ടിനാണ്. അതായത് ഏകദേശം 55,000 ഇന്ത്യൻ രൂപ. ഈ വണ്ടി BMW 3 സീരീസ് ആണ്, 2009 മോഡലാണ്, ഡീസലാണ് വണ്ടി. ഇത് ഏകദേശം ഓടിയേക്കണ മൈൽ 97,000 ആണ്. ഈ വണ്ടി വിറ്റുപോയത് 1,600 പൗണ്ടിനാണ്. അതായത് 1,60,000 ഇന്ത്യൻ രൂപ. ഇത് ഓഡി A4 ആണ്, 2007 മോഡലാണ്, ഡീസലാണ് വണ്ടി. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,82,000 മൈലാണ്. ഇത് സെയിലായത് 400 പൗണ്ടിനാണ്. അതായത് വെറും 40,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓഡി A5 ആണ്, 2012 മോഡലാണ്, ഡീസലാണ് വണ്ടി. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 90,000 മൈലാണ്. ഈ ഓഡി സെയിലായത് 2,700 പൗണ്ടിനാണ്. അതായത് 2,70,000 ഇന്ത്യൻ റുപ്പി. ഇത് ഫോർഡ് കൂഗ എന്ന് പറഞ്ഞ മോഡലാണ്, 2015 വണ്ടിയാണ്. അതുപോലെ തന്നെ ഡീസലാണ് ഇതിൻ്റെ എൻജിൻ തന്നെ. 1,76,000 മൈൽ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടി 1,600 പൗണ്ടിനാണ് സെയിലായത്. അതായത് 1,60,000 ഇന്ത്യൻ റുപ്പി. ഇത് 2008 മോഡൽ വോൾവോൻ്റെ XC90 എന്ന് പറഞ്ഞ മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. കൂടാതെ 1,83,000 മൈൽ ഓടിയ വണ്ടിയാണിത്. ഇവിടെ റണ്ണിങ് കണ്ടീഷൻ ആയ വണ്ടിയും റണ്ണിങ് കണ്ടീഷൻ അല്ലാത്ത വണ്ടികളും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മേ ബി ഇത് വല്ല വർക്ക്ഷോപ്പിൽ സ്ക്രാപ്പ് ആക്കാനോ അല്ലെങ്കിൽ സ്പെയർ എടുക്കാനോ ആയിട്ടായിരിക്കും. ഇത് ഏകദേശം 300 പൗണ്ടിനാണ് സെല്ലായത്. അതായത് 30,000 ഇന്ത്യൻ റുപ്പി. ഇത് 2008 മോഡൽ ലാൻഡ് റോവറിൻ്റെ ഫ്രീലാൻഡർ എന്ന് പറഞ്ഞ വണ്ടിയാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഏകദേശം 1,64,000 മൈൽ ഓടിയതാണ്. ഇത് സെയിലായത് 900 പൗണ്ടിനാണ്. അതായത് 90,000 ഇന്ത്യൻ റുപ്പി. ഇത് 2010 മോഡൽ ഷവർലെറ്റിൻ്റെ അവിയോ എന്ന് പറഞ്ഞ മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 97,000 മൈലാണ്, 400 പൗണ്ടിനാണ് സെയിലായത്. അതായത് 40,000 ഇന്ത്യൻ റുപ്പി. 2009 മോഡൽ ഓഡി A3 ആണ്, ഡീസൽ എഞ്ചിനാണ്. ഇത് ഓടിയേക്കണ ഏകദേശം 1,18,000 മൈലാണ്. ഇത് സെയിലായത് 800 പൗണ്ടിനാണ്. അതായത് ഏകദേശം 80,000 ഇന്ത്യൻ രൂപ. ഇത് 2012 മോഡൽ മെഴ്സിഡസ് ബെൻസ് ആണ്, E ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ 2,08,000 മൈലാണ്. ഇത് സെയിലായത് 2,100 പൗണ്ടിനാണ്. അതായത് 2,10,000 ഇന്ത്യൻ രൂപ. ഇത് 2014 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ടാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,52,000 മൈൽ ഓടിയ വണ്ടിയാണ്. ഇത് സെയിലായത് 900 പൗണ്ടിനാണ്. അതായത് 90,000 ഇന്ത്യൻ രൂപ. ഈ വണ്ടി 2007 മോഡൽ BMW 3 സീരീസ് ആണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണത് 1,37,000 മൈലാണ്. 550 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്. അതായത് 55,000 ഇന്ത്യൻ റുപ്പി. ഇത് 2011 മോഡൽ മിനി കൂപ്പറാണ്, പെട്രോൾ എഞ്ചിനാണ്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് വെറും 63,000 മൈലാണ്. ഈ വണ്ടി സെയിലായത് 800 പൗണ്ടിനാണ്. അതായത് 80,000 ഇന്ത്യൻ റുപ്പി. അടുത്ത് ഹോണ്ട CR-V 2007 മോഡൽ ഡീസലാണ്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,51,000 മൈലാണ്. ഈ വണ്ടി സെയിലായത് 300 പൗണ്ടിനാണ്. അതായത് 30,000 ഇന്ത്യൻ റുപ്പി. ഇത് 2019 മോഡൽ ഫോർഡ് ഫോക്കസ് ആണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,04,000 മൈലിൻ്റെ അടുത്ത് ഓടിയ വണ്ടിയാണ്. 4,700 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്. അതായത് 4,70,000 ഇന്ത്യൻ റുപ്പി. ഇത് 2016 മോഡൽ ഫിയറ്റ് 500 ആണ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 34,000 മൈൽ ഓടിയിട്ടുള്ളൂ. ഇത് 4,050 പൗണ്ടിനാണ് സെയിലായത്. അതായത് 4,05,000 ഇന്ത്യൻ റുപ്പി. ഇത് 2017 പ്യൂജറ്റ് ആണ്. ഇത് 3008 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണത് 64,000 മൈലാണ്. 3,700 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് 3,70,000 ഇന്ത്യൻ റുപ്പി. ഇത് 2018 മോഡൽ മിനി കൂപ്പർ കൺട്രിമാൻ ആണ്. ഇത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണത് 39,000 മൈലാണ്. ഇത് സെയിലായത് 9,300 പൗണ്ടിനാണ്.
അതായത് 9,30,000 ഇന്ത്യൻ റുപ്പി. ഇത് 2018 BMW X2 സ്പോർട്സ് എഡിഷനാണ്, ഓട്ടോ മോഡാണ്. അതുപോലെ ഇത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 51,000 മൈൽ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ വണ്ടിയായിരുന്നു. കണ്ടാൽ നമുക്കൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി പോലെ തോന്നും. അത്യാവശ്യം മുറുകിയ ലേലം വിളിയായിരുന്നു. ഇത് 10,400 പൗണ്ടിനാണ് ലേലം വിളിച്ചത്, അതായത് 10,40,000 ഇന്ത്യൻ റുപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള UK ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.